കാണാൻ വന്നിട്ട് കുഞ്ചാക്കോ ബോബൻ ഓൺ ഹെവി ഡ്യൂട്ടി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം പെർഫോമൻസൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കുഞ്ചാക്കോവനെ സാധാരണ എല്ലാ സിനിമയിലും പറയുന്ന നായകന്മാർ ഇതുവരെ കാണാത്ത ഗെറ്റപ്പ്, പക്ഷേ ഇതിൽ ശരിക്കും കുഞ്ചാക്കോവനെ ഇതുവരെ കാണാത്ത ഒരു രീതിയിൽ കാണാൻ പറ്റി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഓപ്പോസിറ്റായിട്ട് വന്ന വിശാഖ് നായരുടെ പെർഫോമൻസ്. മച്ചൻ കട്ടയ്ക്ക് കോമ്പറ്റീഷൻ ആയിരുന്നു. അതുപോലെ സിനിമയുടെ ലെവൽ വേറെ ഉയർത്താൻ ആ വില്ലന്മാരുടെ ഗ്യാങ്ങും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തമായ തിരക്കഥ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെയ്സ് ബിജിയോടെ പറയാനില്ല. ആ ടെൻഷൻ ഓരോ സെക്കൻഡിൽ കൂട്ടുന്ന അല്ലെങ്കിൽ തന്നെ കഥയിലുള്ള ടെൻഷനും BGMൻ്റെ ടെൻഷനും എല്ലാം കൊണ്ട് ആ മിസ്റ്ററി മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BGM സഹായിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കി ഒരു പോലീസ് സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്കും ഫാമിലി സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ കണക്റ്റ് ആവുന്ന അതിഗംഭീര പെർഫോമൻസ് ഉള്ള അതിഗംഭീര ആക്ടിംഗ് മുഹൂർത്തങ്ങളുള്ള നല്ല ആക്ഷനുള്ള ത്രില്ലർ മൂമെൻറ്റ്സ് ഉള്ള എല്ലാം നിറഞ്ഞ ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. മസ്റ്റ് തിയേറ്റർ വാച്ചാണ് പടം. അടിപൊളിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് ഒന്നല്ല, ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ട്, വെറൈറ്റി ആയിക്കണു. ജഗദീഷ് ജഗോബനൊക്കെ സൂപ്പർ ആയിക്കണം, അടിപൊളിയായിക്കണം. വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറയാം. അടിപൊളി. ഇതിന് മുന്നേ ചെയ്താറുണ്ട്, പക്ഷേ ഈ ഇതിൽ ചെയ്ത ക്യാരക്ടറുകളൊക്കെ യങ്സ്റ്റേഴ്സ് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, സൂപ്പർ ആയിക്കണം. വില്ലനായി പോയി ക്യാരക്ടർ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന മാർട്ടിൻ ചേട്ടനെ പോലുള്ള ഒരാൾ, ജിത്തു ചേട്ടനെ പോലുള്ള ഒരു വ്യക്തി, ഇവരൊക്കെ കൂടി ഇത്രയും മേജറായിട്ടുള്ളൊരു ക്യാരക്ടർ എന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ എൻഡ് എല്ലാം നന്നായിട്ട് വന്നു എന്നാണ് വിശ്വാസം. പിന്നെ ബാക്കിയെല്ലാം ഓഡിയൻസാണ്, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്ത് പറയുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. മാറ്റം വരട്ടെ, വരണമല്ലോ. ആ ഒരു മെസ്സേജിനെ കഴിഞ്ഞും ഒരു വെറൈറ്റി തീമാണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് തീമാണ് മൂവിയിലുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു. എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും അത് കണക്റ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. ചാക്കോച്ചൻ നമുക്ക് കഥ അറിയുന്നതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് നല്ലൊരു ഭാഗ്യമായിട്ടാണ്. അദ്ദേഹമാണെങ്കിലും പ്രിയമണി മാം ആണെങ്കിലും ജഗദീഷ് ചേട്ടൻ എല്ലാവരെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഞങ്ങളുടെ ക്രൂ തന്നെ നല്ലൊരു ക്രൂ ആയിരുന്നു. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർ ഓൾറെഡി നല്ല നല്ല പ്രൊഡക്റ്റ് മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ള ആൾക്കാരും കൂടെയാണ്. അവർ എന്ത് ചെയ്താലും അതിനൊരു വിശ്വാസം ഓഡിയൻസിനുണ്ടാവും. ഇതിലും ആ വിശ്വാസം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിനിങ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, ഞാൻ ഫൈറ്റ് ചെയ്തിട്ടില്ല മൂവിയിൽ. അതെ, ആ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, റെഫറൻസസ് എടുത്തിട്ടുണ്ട്, കുറച്ച് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്ക്രീനിൽ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ, ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ തന്നെയാണല്ലോ കാണുന്നത്, അതിൻ്റേതായ ഒരു ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ആസ് ആൻ ആക്ടർ ഐ തിങ്ക് ഐ ഡിഡ് ഗുഡ്. എനിക്കൊന്ന് ഫാമിലിക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ഫാമിലി മൂവി തന്നെയാണ്. സമൂഹത്തിലെ എന്താ പറയുക, ഡ്രഗ് അബ്യൂസ് പോലെയുള്ള സെക്ഷൽ അബ്യൂസ് പോലുള്ള കാര്യങ്ങൾ ശരിക്കും അവർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. സോ ഫാമിലിക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും മൂവി എന്നാണ് എൻ്റെ വിശ്വാസം. സോ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ഒന്ന് കാണുക. ഇത് ഫിലിമിന് വേണ്ടി ചെയ്തതാണ്. ഈ ഒരു ലുക്ക് ഫിലിമിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ആൻഡ് ലൈഫിൽ ഇങ്ങനെയല്ല, ഈ കാണുന്ന രൂപമാണ്. താങ്ക് യു സോ മച്ച്. അല്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഒരു വ്യത്യാസം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് വേണമെന്നുള്ളത്. അതിങ്ങനെ ഇത്രയും നല്ലൊരു സിനിമയിൽ അത് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. ക്രെഡിറ്റ് ഗോസ് ടു മാട്ടൻ ചേട്ടൻ, ടു ഷായിക്ക, ടു ജിത്തുവേട്ടൻ. അവരാണ് ഇതിലേക്ക് വിളിക്കുകയും ഇതിലേക്ക് എന്താ പറയുക ഇൻവൈറ്റും ഒക്കെ ചെയ്തത്. അപ്പോൾ ക്രെഡിറ്റ് ഗോസ് ടു ദം. ഭയങ്കര രസം. ചാക്കോച്ചൻ ഐ തിങ്ക് ദിസ് ഇസ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ
ടോപ്പ് പെർഫോമൻസസ് ആയിട്ട് തന്നെ പറയാൻ പറ്റുന്ന പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമുള്ളൊരു ഇൻറ്റൻസ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് ഇപ്പോൾ കഥ കേട്ടപ്പോഴാണെങ്കിലും സിനിമ കണ്ടപ്പോഴാണെങ്കിലും നായകൻ്റെ സൈഡിലും നമ്മൾ വില്ലന്മാരുടെ സൈഡിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇമോഷണൽ ഫാക്ടർ ഉള്ളത് കൊണ്ട് അതിൻ്റെ ടെൻഷനും ആ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എലിവേറ്റ് ആവുന്നുണ്ട്. ഷൈക്ക ബ്രില്യൻസ്, വേറെ ഒന്നും പറയാനില്ല. അതെ, എക്സാക്ട്ലി അത് തന്നെ. താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറേ കഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കണ്ടായിരുന്നോ ചേട്ടൻ? ഓ താങ്ക് യു സോ മച്ച്. താങ്ക് യു.